GTV നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിന് ബുധനാഴ്ച തുടക്കമായി. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഒന്നിച്ച് കനത്ത മഴ, ജാഗ്രത വേണം. സൗദി ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനം ഉടൻ. നാളെ മെയ് 2-ന് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളോട് റിമോട്ട് വർക്ക് ഓപ്ഷൻ നൽകാൻ നിർദ്ദേശിച്ചു മന്ത്രാലയം. വാർത്തകൾ വിശദമായി. കുഞ്ഞു മനസ്സുകൾക്കായി അറിവിന്റെ വലിയ ലോകം തുറന്നുകൊണ്ട് ഷാർജയിൽ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ ബുധനാഴ്ച തുടക്കമായി. വായനോത്സവത്തിന്റെ 15ാമത് പതിപ്പിനാണ് ഷാർജ എക്സ്പോ സെന്ററിൽ തുടക്കമായത്. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി വായനോത്സവം ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് 4 മണിക്ക് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും മേളയിൽ പ്രവേശിക്കാം. ബാലസാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു കൂടിയാണ് ഷാർജ ബുക്ക് അതോറിറ്റി വർഷം തോറും കുട്ടികളുടെ വായനോത്സവം സംഘടിപ്പിക്കുന്നത്. അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം മൂലം UAEയിൽ നിന്ന് ആരംഭിക്കുന്ന നേരിയ ഇടത്തരം മഴ നാളെ ശക്തമാകും. രാത്രി വരെ UAEയുടെ എല്ലാ ഭാഗങ്ങളിലും മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 22 മുതൽ 45 മില്ലിമീറ്റർ മഴ വരെ ലഭിക്കുമെന്നാണ് സൂചന. ദേശീയ ദുരന്ത നിവാരണ സമിതി മുൻകരുതൽ ഊർജിതമാക്കി. പ്രതികൂല കാലാവസ്ഥയിൽ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. മഴയും കാറ്റും മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ ലഘൂകരിക്കുന്നത് സംബന്ധിച്ച് പ്രാദേശിക വകുപ്പുകൾക്കായി സമിതി ചർച്ച നടത്തി. ആഭ്യന്തര മന്ത്രാലയം, നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജി, സർക്കാർ ഏജൻസി എന്നിവയുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനം ഉടൻ. സൗദിയിൽ മരിച്ച കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ട 34 കോടി രൂപ സ്വരൂപിച്ചെന്ന് റഹീമിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. ദയാധനം സ്വീകരിച്ച് റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് സൗദിയിൽ മരിച്ച കുട്ടിയുടെ കുടുംബം റിയാദ് കോടതിയെ അറിയിക്കുകയും ചെയ്തു. തുക കൈമാറുന്നത് സംബന്ധിച്ച് സൗദി ഇന്ത്യൻ എംബസി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയിട്ടുണ്ട്. ജനകീയ കൂട്ടായ്മയിലൂടെ സമാഹരിച്ച തുക ആദ്യം ബാങ്കിൽ നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറണം. ഇത് പിന്നീട് ഇന്ത്യൻ എംബസി മുഖേന റിയാദ് കോടതി പറയുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറുകയും ചെയ്യും. നിയമസഹായ സമിതി നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരനായ സൗദി പൗരനായ കുട്ടി മരിച്ച സംഭവത്തിലാണ് റഹീമിന് കോടതി വധശിക്ഷ വിധിച്ചിരുന്നത്. UAEയിൽ നിലനിൽക്കുന്ന അസ്ഥിരമായ കാലാവസ്ഥയെ തുടർന്ന് മെയ് 2-ന് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് റിമോട്ട് വർക്ക് ഓപ്ഷൻ നൽകാൻ മാനവ വിഭവശേഷി എമറൈറ്റൈസേഷൻ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. തൊഴിൽ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ട സുപ്രധാന ജോലികളും കാലാവസ്ഥാ പ്രതികരണ ടീമുകളുടെ ജോലികളും ഉള്ളവരെയും റിമോട്ട് വർക്ക് ഓപ്ഷൻ ജോലികളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നുവെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. Thank you.